Hi everyone, this is Abin from Everything on About Apple. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നമ്മുടെ iPhone 13 റിലീസായി. അത് റിലീസായി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ iPhone 14ൻ്റെ ലീക്സും റൂമേഴ്സൊക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ iPhone 14ൻ്റെ ലീക്സും റൂമേഴ്സും നമ്മളിന്ന് റിവീൽ ചെയ്യുകയാണ്. ഇത് എൻ്റെ ചിന്താഗതിയൊന്നുമല്ല, നമ്മുടെ വേൾഡിലെ ടോപ്പ് ലീക്കേഴ്സായ ജോൺ പ്രോസർ, മിൻജിക്കോ, അതേപോലെ കുറേ അധികമുള്ള എല്ലാ ലീക്കേഴ്സിൻ്റെയും റൂമേഴ്സും ലീക്സുമാണ് നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. അവിടെ ജോയിൻ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. അവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഇതേപോലെ പുതിയ ലീക്സും റൂമേഴ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈമായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആകാൻ പറ്റും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ അധികം ഡ്രാഗൊന്നുമില്ലാതെ നമ്മുടെ iPhone 14ൻ്റെ വിശേഷങ്ങൾ നമുക്കറിയാം. നമ്മുടെ വീഡിയോ നമുക്ക് കുറച്ച് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്യാം. അത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസിൻ്റെ ലിസ്റ്റ്, ഡിവൈസിൻ്റെ മോഡല്, അതേപോലെ ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻ, പിന്നെ ഡിവൈസിൽ ഉപയോഗിക്കുന്ന ചിപ്പ് സെറ്റ്. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ വേഗത്തിനും എളുപ്പത്തിനും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യത്തെ കാര്യം, iPhone ഡിവൈസിൻ്റെ ലിസ്റ്റ് നമുക്ക് നോക്കാം. നമ്മുടെ iPhone 12ലും 13ലും നമുക്ക് മിനി എന്ന് പറഞ്ഞ ഒരു സീരീസ് ഉണ്ടായിരുന്നു, iPhone 12 മിനി, 13 മിനി. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 13 മിനിയോടെ നമ്മുടെ മിനി സീരീസ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ iPhone 14ൽ നമുക്ക് മിനി എന്ന് പറഞ്ഞാൽ ഒരു വേരിയൻ്റ് ഉണ്ടാവില്ല. പക്ഷേ iPhone 14ൽ നമുക്ക് 4 വേരിയൻറ്റിൽ ഫോണുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ iPhone 14, iPhone 14 Max, iPhone 14 Pro ആൻഡ് iPhone 14 Pro Max. നമ്മുടെ iPhone 14 മിനിയെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് iPhone 14 Max വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ ലിസ്റ്റുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത കാര്യമാണ് iOS ഡിവൈസിൻ്റെ ആ ഒരു ഡിവൈസ് മോഡൽ. പലതരമായുള്ള ഡിവൈസിൻ്റെ മോഡലുകളും റെൻഡറുകളും നമുക്ക് ഇപ്പോൾ നമ്മുടെ നെറ്റിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ പറയുന്ന പോലെ ടോപ്പ് ലീക്കേഴ്സിൻ്റെ ആ ഒരു കണ്ടൻറ്റ് നോക്കുകയാണെങ്കിൽ അവർ കൂടുതലും പറയുന്നത് 3 മോഡൽ ഡിവൈസുകളാണ് അവർ ലീക്സ് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മുടെ നോർമൽ ഫുൾ സ്ക്രീനുള്ള ആ ഒരു നോച്ചുള്ള നോച്ചുള്ള ആ ഒരു ഡിവൈസ്. രണ്ടാമത്തെ കീ ഹോളുള്ള, അതായത് ഒറ്റ ഒരു ക്യാമറയുടെ ഡോട്ട് മാത്രമുള്ള ഒരു iPhone 14ൻ്റെ റെൻഡറും. മൂന്നാമത്തെ മോഡലാണ് നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ടും കണ്ടുവരുന്ന പിൽ ഹോൾ, അതായത് ഒരു പിൽ ഷേപ്പ് ഒരു കട്ടിങ്ങും അതേപോലെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് കട്ടിങ്ങും. ഈ ഒരു പിൽ ഹോൾ ഷേപ്പുള്ള ഒരു ഫോണിൻ്റെ റെൻഡറും ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു 3 ഡിവൈസുകളാണ്, അല്ലെങ്കിൽ ഈ ഒരു 3 റെൻഡറുകളാണ് iPhone 14ൻ്റെ അപ്കമിങ് മോഡലായിട്ട് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസ് മോഡലും കുറച്ചധികം കോൺട്രവേഴ്സീസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ 14ലും 14 മാക്സിലും നമ്മുടെ നോർമൽ വേരിയൻറ്റുകളിൽ നമുക്ക് എപ്പോഴും കാണുന്ന പോലെ ആ ഒരു വലിയ നോച്ച്, അതായത് നമ്മുടെ 13ൻ്റെ പോലെ വലിയൊരു നോച്ച് അല്ലെങ്കിൽ ആ ഒരു ചെറിയ നോച്ച് നമുക്ക് കിട്ടും. പക്ഷേ 14ൻ്റെ പ്രോ വേരിയൻറ്റ്, 14 പ്രോയും അതേപോലെ 14 പ്രോ മാക്സിലും നമുക്ക് ഒന്നെങ്കിൽ കീ ഹോളോ അല്ലെങ്കിൽ പിൻ ഹോളോ പഞ്ചായിരിക്കും എന്നും പറഞ്ഞേക്കുന്നുണ്ട്. നമ്മുടെ മൂന്നാമത്തെ കാര്യമാണ് ഇതിൽ വരുന്ന ക്യാമറ. iPhone 14ൽ വരുന്ന ക്യാമറയിൽ കുറച്ചധികം മാറ്റങ്ങളുണ്ട് എന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ നമ്മുടെ ഡിവൈസിൽ ഇറങ്ങിയ എല്ലാ ക്യാമറയും 12 മെഗാ പിക്സൽ ക്യാമറാസ് ആയിരുന്നു. പക്ഷേ iPhone 14ൽ പ്രോ വേരിയൻറ്റിൽ മാത്രം, ശ്രദ്ധിക്കുക, പ്രോ വേരിയൻറ്റിൽ മാത്രം 48 മെഗാ പിക്സൽ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലീപ്പ് ചേഞ്ച് തന്നെയായിരിക്കും 14 പ്രോ വേരിയൻറ്റിൽ മാത്രം വരുന്നത്. അടുത്തതാണ് നമ്മുടെ ഈ ഡിവൈസിൽ ഉപയോഗിക്കുന്ന ചിപ്പ് സെറ്റ്. ഈ ഒരു ന്യൂസ് കേട്ടപ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടം തോന്നി. കാരണം ഇങ്ങനെയാണ് ആപ്പിൾ iPhone 14 റിലീസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ എനിക്കും കുറച്ച് സങ്കടം ഉണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഫോണിൻ്റെ നോർമൽ വേരിയൻറ്റ്, അതായത് 14നും 14 മാക്സിലും നമ്മൾ 13ൽ ഉപയോഗിച്ച A15 ബയോണിക് ചിപ്പ് സെറ്റ് ആയിരിക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. പ്രോ വേരിയൻറ്റ്, അതായത് iPhone 14 പ്രോയും
പ്രോ മാക്സിലും മാത്രമായിരിക്കും A16 ബയോണിക് ചിപ്പ് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മോനെ ആപ്പിളെ ഇത്രയും നാളെ സ്നേഹിച്ചുകൊണ്ടിരുന്നില്ല, അത് നല്ല തെണ്ടിത്തരം അവർ കാണിക്കുന്നുണ്ട്. എത്ര സ്നേഹമുള്ളതാണെങ്കിലും തെണ്ടിത്തരം കാണിച്ചാൽ അത് അല്ലെങ്കിൽ ഞാൻ പറയും അത് നല്ലതല്ലാണ്. അടുത്ത കാര്യം, നമ്മുടെ iPhone 14 മിക്കവാറും നമുക്ക് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ കിട്ടും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്ക് സിം ഉപയോഗിച്ചാൽ തന്നെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് കാട്ടിൽ പോയാലും നന്നായിട്ട് കോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോളിംഗ് ഫീച്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലേക്ക് അത് വരുമോ എന്നും നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iPhone 14 ലീക്സും റൂമേഴ്സും റെൻഡേഴ്സൊക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലും അതേപോലെ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, അതേപോലെ എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇപ്പോഴും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു ജോയിൻ ചെയ്യുന്ന ചാൻസ് ഇപ്പോൾ തന്നെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അവിടെ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന എല്ലാ ലീക്സും റൂമേഴ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ട്സും അവിടെ തന്നെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഞാൻ അല്ലെങ്കിൽ ആപ്പിളിനെ പറ്റി അറിയാവുന്ന നിരവധിയായ കുറേ വ്യക്തികൾ അവിടെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഓരോരോ പുതിയ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് തരാൻ പറ്റുന്നതാണ്. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താൽ ഇപ്പോൾ തന്നെ ഒഫീഷ്യൽ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്നോട് ചോദിക്കുന്നതാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. Go follow me in Instagram. And thank you so much for watching this whole video. This is Abin, Xavier, signing from everything you want to know about Apple.